ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയെ ചെറുതാക്കാൻ, അതിനെ കൊച്ചാക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമാണ്. അത്തരം തെറ്റിദ്ധാരണകളിലും വ്യാജ പ്രചരണങ്ങളിലുമൊന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വഞ്ചിതരാവരുത് എന്ന് വളരെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. അത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾ കൃത്യമായി അതിന്റെ എല്ലാം നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിയണമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് പക്വതയുള്ള ഒരു നേതൃത്വമുണ്ട്, അതിനൊരു പ്രസിഡന്റ് ഉണ്ട്, അതിന് മുഷാവറയുണ്ട്, അതിന് സംഘടനാ സംവിധാനമുണ്ട്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതിന്റെ നേതൃത്വത്തിനറിയാം. അതിൽ നിന്ന് ആരെടുത്ത് പുറത്തിടണം, ആരെടുത്ത് അകത്തിടണമെന്നും ആരും പുറമേയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അങ്ങനെ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ടാവും ഗ്രൗണ്ടുകളിൽ, അവിടെ പോയി അമ്പയർമാരായി നിൽക്കുക എന്നല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ ആരും വരേണ്ടതില്ല എന്ന് സമസ്തയുടെ എളിയ പ്രവർത്തകരായ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അത്രയും ആത്മാഭിമാനത്തോടുകൂടി തലയെടുപ്പോടുകൂടി നിലനിൽക്കുന്ന ഒരു ഉജ്ജ്വലമായ നേതൃത്വം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബജീവിതം ഉൾപ്പെടെ വ്യക്തിപരമായ ജീവിതം ഉൾപ്പെടെ ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ തർബിയത്തിലായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകണം. സമസ്ത കേരള ജംഇയ്യത്തുലമ മുസ്ലിം ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എല്ലാവരും പറയുന്ന കാര്യം, ലോകത്തിന് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ, മുസ്ലിം സമുദായത്തിന് ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും കാണിച്ചു കൊടുക്കാനുള്ള മാതൃകായോഗ്യമായ രാഷ്ട്രം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹമുണ്ട്. ലോകത്തെ ആദ്യത്തെ ബഹുസ്വര രാഷ്ട്രമെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു രാജ്യം. മദീനയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു, ന്യൂനപക്ഷമുണ്ടായിരുന്നു, ശത്രുക്കളുണ്ടായിരുന്നു, മിത്രങ്ങളുണ്ടായിരുന്നു, ഏകത വിശ്വാസികളുണ്ടായിരുന്നു, ബഹുദ വിശ്വാസികളുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തോട് നല്ല രീതിയിൽ പെരുമാറിയവരുണ്ടായിരുന്നു, ശത്രുതയോടുകൂടി പെരുമാറിയുണ്ടായിരുന്നു. പക്ഷേ ആ ബഹുസ്വര സമൂഹത്തിൽ സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന എങ്ങനെയായിരിക്കണം ഒരു ബഹുസ്വര സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിച്ച മാതൃകാ രാഷ്ട്രമാണ് മദീനയിൽ മദീന ചാർട്ടർ എന്ന് ആധുനിക രാഷ്ട്രതന്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കപ്പെടുന്ന ആ മദീന ഭരണകൂടം. അതാണ് മുസ്ലിം സമുദായം വിഭാവനം ചെയ്യുന്ന ബഹുസ്വര സമൂഹം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും കാലത്ത് മതരാഷ്ട്രവാദവുമായിട്ട് ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുള്ള ആളുകൾ അവരൊക്കെ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളൊക്കെ അതൊന്നും ഇസ്ലാമിന്റെ ആശയമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ തുടക്കം കുറിക്കുന്നതിന്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1950 സമസ്ത കേരള ജംഇയ്യത്തുലമ തന്നെ ഈ ജില്ലയിലെ വളാഞ്ചേരിയിൽ ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടന വിഭാവന ചെയ്യുന്ന മതരാഷ്ട്രം, അവരുടെ ആശയങ്ങൾ, അവർ വിഭാവന ചെയ്യുന്ന ആശയപരമായിട്ടുള്ള അപകടങ്ങൾ, അതിൽ ഒരിക്കലും മുസ്ലിം സമുദായം പെട്ടുപോകരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമ കൃത്യമായി ഈ സമുദായത്തോട് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അത് മുസ്ലിം സമുദായത്തിനകത്തുള്ള മതപരമായ അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട്, മതസ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട്, മതസ്വാതന്ത്ര്യത്തെ മൗലികാവകാശമായി വകവെച്ച് നൽകുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും അത്തരത്തിലുള്ള അപകടകരമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അത് മതവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് ലഭിക്കുമോ നഷ്ടപ്പെടുമോ എന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ല സമസ്ത ഒരിക്കലും ആ സംഘടന ശരിയാണോ തെറ്റാണോ എന്ന് പറയാറുള്ളത്. അത് മതപരമായ ആശയപരമായി അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കാലേ കൂട്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ സമുദായത്തോട് മാത്രമല്ല ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ട് അത് ഇസ്ലാമിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ പ്രമാണമാണ്, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് ആരും കണക്കാക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്, പാരമ്പര്യ ഇസ്ലാമാണ്. ആ പാരമ്പര്യ ഇസ്ലാമിന്റെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് അഭിമാനത്തോടുകൂടി 100 വർഷം പൂർത്തിയാക്കുന്ന
ഘട്ടത്തിലാണ് നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുസ്വരതയെ അംഗീകരിക്കുന്ന, ഈ നാടിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്ന, ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്ന, ഈ നാടിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഈ സമുദായത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ച് നൽകുന്ന അവകാശങ്ങൾ അത് കൃത്യമായി ഈ സമുദായത്തിന് ലഭ്യമാകണമെന്ന് ആവേശത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിയമവിധേയമായി വാദിക്കുന്ന ഒരു സംഘടന കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പോഷക സംഘടനയായ SKSF മനുഷ്യജാലികളോട് ഉയർത്തിപ്പിടിക്കുന്നതും നിയമവിധേയമായി ഈ സമുദായത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ലഭ്യമാകണമെന്നാണ്. നിയമവിധേയമായി ഈ സമുദായത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ വർഗീയത കാണുന്ന ആളുകളുണ്ട്, അതിൽ വിഭാഗീയത കാണുന്ന ആളുകളുണ്ട്, അത് മുസ്ലിങ്ങൾ ഒന്നായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ, പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിലാണെങ്കിലും സർക്കാർ സർവീസിലാണെങ്കിലും മറ്റു പാർലമെന്ററി സംവിധാനത്തിലാണെങ്കിലും ഒക്കെ ഈ സാമുദായികമായ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. സച്ചാർ കമ്മിറ്റി വന്നിട്ടുണ്ട്, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥിതിവിവര കണക്കുകൾ നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക രേഖകളാണ്. ആ രേഖകളെല്ലാം പറയുന്നത് ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായി ഉദ്യോഗ പ്രാതിനിധ്യം ഈ സമുദായത്തിന് ലഭ്യമായിട്ടില്ല. ഈ സമുദായത്തിന്റെ ജനസംഖ്യാനുപാതികമായി ഭരണകൂടത്തിൽ പങ്കാളിത്തം ഈ സമുദായത്തിന് ലഭ്യമായിട്ടില്ല. ഈ സമുദായം ഇപ്പോഴും വളരെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണ്. സംവരണാവകാശമാണ് ഈ സമുദായം ഇത്രയെങ്കിലും മുന്നോട്ട് വരാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ആ സംവരണാവകാശത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട്, ഈ പ്രാതിനിധ്യാവകാശത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഈ സമുദായത്തിന് ന്യായമായ ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിൽ വർഗീയത പറഞ്ഞുകൊണ്ട്, വിഭാഗീയത പറഞ്ഞുകൊണ്ട്, അതിൽ തീവ്രവാദത്തെ കണ്ടുകൊണ്ട്, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പോലും പറയാൻ പാടില്ല, അത്തരം അവകാശം ഉന്നയിക്കാൻ പാടില്ല, നിയമവിധേയമായി ആ കാര്യങ്ങൾ പോലും പറയാൻ പാടില്ല എന്ന തിട്ടൂരവുമായി കടന്നു വരുന്ന വിദ്വേഷ പ്രചാരകരെ മലയാളികളല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, മലയാളി സമൂഹം തള്ളിക്കളയും എന്ന് കൃത്യമായി പറയാൻ ഈ മനുഷ്യജാലികയിൽ ഈ സന്ദർഭത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രീതിയിൽ നിയമവിധേയമായി ഭരണഘടനാനുസൃതമായി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വകവെച്ച് നൽകുന്ന, ഭരണകൂടം നൽകുന്ന ആ മതപരമായ അവകാശവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാമുദായിക സൗഹാർദ്ദത്തിന് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരു ബഹുസ്വര സമൂഹത്തെ ആ അർത്ഥത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഈ 100 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്നും അഭിമാനത്തോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഭിമാനത്തോടുകൂടി അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ശതാബ്ദി സന്ദേശയാത്ര നടത്തിയപ്പോ, തഹിയ ഫണ്ട് ശേഖരണം നടത്തിയപ്പോ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഖപത്രമായ കഴിഞ്ഞ 10-12 വർഷമായി സുപ്രഭാതം ദിനപത്രം കേരളത്തിന്റെ ജനകീയമായ ഒരു പത്രമായിട്ട് വളർന്നു വന്നപ്പോ സ്വാഭാവികമായും കേരളത്തിൽ ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത നിർണായകമായ ഒരു ഘടകവും ശക്തിയുമായി ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങളും സംഘടനാ സംരംഭങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി